ഓർപ്പിച്ചതുപോലെ കൃത്യം 5:15 മണിക്ക് നമ്മുടെ ഗാന തുടങ്ങുന്നതായിരിക്കും. ഹെവൻലി കൊലോനിയ കൊല്ലം ആയിരിക്കും നാളെ ഗാനങ്ങൾ ആലപിക്കുന്നത്. അതുപോലെ തന്നെ നാളെ യോഗത്തിലെ പ്രാസംഗികനായി കടന്നു വരുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ചാണ്ടപ്പിള്ള ഫിലിപ്പ് കോട്ടയം ആയിരിക്കും. ആ പ്രിയ കർത്തദാസനെയും ആ ഹെവൻലി കൊലോനിയെയും നമുക്ക് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം ഇത്രത്തോളം നമ്മെ സഹായിച്ചല്ലോ. ഇന്നലത്തെ പോലെ തന്നെ വാഹനങ്ങളെ വിവിധ റൂട്ടുകളിലേക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. അതാത് വാഹനങ്ങളിൽ തന്നെ ഇന്നലെ പോയ റൂട്ടുകളിലേക്ക് പ്രിയപ്പെട്ടവർക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. VCDയുടെ കാര്യം ഓർപ്പിച്ചല്ലോ. ഇന്നലത്തെ പാട്ടിന്റെയും പ്രസംഗത്തിന്റെയും VCD റെഡിയായിട്ട് ഓഫീസിലുണ്ട്. വാങ്ങിക്കാത്തവരെ അത് വാങ്ങിച്ചു പോകണം. അതുപോലെ തന്നെ ഇന്നത്തെ ഗാനത്തിന്റെയും അതുപോലെ തന്നെ പ്രസംഗത്തിന്റെയും കാസറ്റുകളെ നാളെ നിങ്ങൾക്ക് വൈകിട്ട് വരുമ്പോൾ ഇവിടെ ഓഫീസിൽ ലഭ്യമായി തീരും. ഈ കാസറ്റുകളൊക്കെ നമ്മുടെ വരും നാളുകളിലെ ജീവിതത്തിന് പ്രയോജനപ്പെടുത്തുവാൻ തക്ക നിങ്ങൾ അത് വാങ്ങിപ്പോകണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ പ്രിയപ്പെട്ടവരും നാളെയും ഈ മീറ്റിംഗിലേക്ക് കടന്നു വരികയും നിങ്ങളുടെ അയൽവാസികളായിട്ടുള്ളവരെ, സുഹൃത്തുക്കളായിട്ടുള്ള പ്രിയപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ രീതിയിൽ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കൊണ്ടും ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. ഇപ്പോൾ കർത്താവിന്റെ വിലയേറിയ ദാസൻ ചാൾസ് ജോൺ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞതിന് ശേഷം നമുക്ക് പിരിഞ്ഞു പോകാവുന്നതാണ്. തുടർന്ന് ഗായകസൻ നമുക്ക് വേണ്ടി ചില പാട്ടുകളും ആലപിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലവണം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ മഹത്വമുള്ള നാമത്തിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിലും നിർമ്മലമായ സുവിശേഷം ഈ പ്രദേശത്ത് ഘോഷിക്കുവാൻ തക്കവണ്ണം ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ വരച്ച് കാണിക്കുവാൻ വലുവനായ ദൈവം സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അറിയിക്കുന്ന ഈ മാറ്റമില്ലാത്ത രക്ഷണ്യ സുവിശേഷം ഈ ദേശത്ത് അറിയിക്കുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചല്ലോ. അവിടുത്തെ നിസ്തുല്യമായ സ്നേഹം ആ നിലയിൽ വെളിപ്പെടുത്തിയല്ലോ. അതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ ഈ സന്ദേശമല്ലാതെ മാനവജാതിക്ക് രക്ഷ നൽകുന്ന വേറൊരു സന്ദേശം ഇല്ല. നിത്യതയോളം നിലനിൽക്കുന്ന അവിടുത്തെ വചനത്തിനായി സ്തോത്രം. കർത്താവെ, ആ വചനമാണ് ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ കർത്താവെ, അനേക പാപികളെ രക്ഷിക്കുവാൻ, അനേകരെ ക്രിസ്തുവിൽ ആദായപ്പെടുത്തുവാൻ, കർത്താവെ, അനേകരെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ സുവിശേഷത്തിന് സാധ്യമാക്കിയിട്ടുണ്ട്. കർത്താവെ, ആ സുവിശേഷം ഇന്ന് രാത്രിയിലും വളരെ വ്യക്തമായി പ്രഘോഷിപ്പാൻ തക്കവണ്ണം നിന്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തി. അതിനായി സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറവിൽ കർത്താവെ നിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ അവിടുത്തെ ഭൃത്യനെ അവിടുന്ന് സഹായിച്ചു. അതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ഇന്ന് രാത്രി കേൾക്കുവാൻ ഞങ്ങൾക്കിടയാക്കി പാടുവാൻ നിന്റെ മക്കളെ നീ ബലപ്പെടുത്തി. അതിനായി സ്തോത്രം. അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളെയും ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അതിനായി സ്തോത്രം. ഇന്ന് രാത്രി തീരുമാനമെടുത്ത പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യഥാർത്ഥമായ ആത്മീയ സന്തോഷം അനുഭവിച്ച് ആത്മീയമായി വളർന്നു വരുന്ന ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം അവരെ ഓരോരുത്തരെയും സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇനിയും എത്ര നാളുകൾ ഈ സന്ദേശം കേൾക്കുവാൻ ഞങ്ങൾക്ക് കഴിയും ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങളുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുന്നു. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ബോധ്യം കർത്താവെ സകല ജനത്തിന് നൽകണം എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ന എല്ലാ നല്ല സാഹചര്യങ്ങൾക്കായും ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. എല്ലാറ്റിനായും ഞങ്ങൾ തിരുനാമത്തിന് മഹത്വം കരയേറ്റുന്നു. മാനവും മഹത്വമെല്ലാം അവിടത്തേക്ക് നൽകുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ മടങ്ങി ഭവനങ്ങളിലേക്ക് പോകുന്നു. തുടർന്ന് ഞങ്ങളെ സഹായിക്കണം. തിരികെമെങ്കിൽ നാളെയും കടന്നു വന്ന് ദൈവത്തിനും ശ്രദ്ധിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. നാളത്തെയും ശുശ്രൂഷകളെ അവിടുന്ന് ആദരിക്കണം, അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും വിനയമായ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
CD നേരത്തെ ഓർപ്പിച്ചതുപോലെ ഓഫീസിൽ ലഭ്യമാണ്. എല്ലാ പ്രിയപ്പെട്ടവരും അതിൻ്റെ ഓരോ കോപ്പി വാങ്ങിച്ചുകൊണ്ട് പോകണം. മാത്രമല്ല അനേക ആയിരങ്ങൾ ദേശത്തും വിദേശത്തുമായിട്ട് ഈ പ്രോഗ്രാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ID ഒന്ന് പറഞ്ഞുകൊള്ളാം. www.musicfestpta.com. ഇന്നലെ ഏതാണ്ട് 10,000-ൽ പരം ആൾക്കാരെ ഈ സൈറ്റ് ഓപ്പൺ ചെയ്തതായിട്ട് ഞങ്ങൾക്ക് അറിയുവാൻ കൊണ്ട് സാധിച്ചു. ഇന്നും അനേകരെ ഈ പ്രോഗ്രാം ലൈവായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനത്തായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ID ഒന്നുകൂടെ ഓർപ്പിക്കാം. www.musicfestpta.com. ഹലോ. ഈ വർഷവും ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ഗോസ്പൽ ഫെസ്റ്റിന്റെ ചുമതലപ്പെട്ടവരോടുള്ളതായിരിക്കുന്ന നന്ദി ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുക. ഹലോ ഹലോ യേശുവിൻ രക്ഷ നൽകും നാമമേ പാരിലാശയായി തീർന്ന നാമമേ യേശുവിൻ നിമ്പമാർന്ന നാമമേ ദൈവം രക്ഷയായി തീർന്ന നാമമേ യേശുവിൻ രക്ഷ നൽകും നാമമേ പാരിലാശയായി തീർന്ന നാമമേ യേശുവിൻ നിമ്പമാർന്ന നാമമേ ദൈവം രക്ഷയായി തീർന്ന നാമമേ വേറൊരു നാമം മാനവൻ രക്ഷ നേടുവാൻ വാനിടം കീഴില്ല വേറൊരു നാമം മാനവൻ രക്ഷ നേടുവാൻ പാരിലെ നാമമെല്ലാം ഒന്നുപോ വാഴ്ത്തി പാടിടും യേശുനാമമേ യേശുവിൻ രക്ഷ നൽകും നാമമേ പാരിലാശയായി തീർന്ന നാമമേ യേശുവിൻ നിമ്പമാർന്ന നാമമേ ദൈവം രക്ഷയായി തീർന്ന നാമമേ ക്രൂശിൽ മൃത്യുവിനോളം കാണ
തന്നോളം കാണതീരായി ഉന്നതിയാർന്ന നാമമേ സാദരം ലോകമൊന്നു പോ നാമം പാവനം യേശുനാമമേ യേശുവിൻ രക്ഷ നൽകും നാമമേ പാരിലാശയായി തീർന്ന നാമമേ യേശുവിൻ ഇമ്പമാർന്ന നാമമേ ദൈവം രക്ഷയായി തീർന്ന നാമമേ യേശുവിൻ രക്ഷ നൽകും നാമമേ പാരിലാശയായി തീർന്ന നാമമേ യേശുവിൻ ഇമ്പമാർന്ന നാമമേ ദൈവം രക്ഷയായി